കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 3 ഘട്ടങ്ങളിലായി വിജയിച്ച ടീം അംഗങ്ങളെ അവരുടെ ഇടവകയിൽ ചെന്ന് അവരുടെ പിന്നിൽ പ്രവർത്തിച്ച അച്ഛനുമായി സംസാരിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുന്ന സിസ്റ്ററുമായി സംസാരിക്കുകയും ഒക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ആദ്യത്തെ ഇടവക സെൻറ് ആൻ്റണീസ് ചർച്ച്, പൊന്നങ്കോട്. ഹായ് ടീം പൊന്നങ്കോട്. വിശ്വംശയെ സ്തുതിയായിരിക്കട്ടെ. അച്ഛാ ഞങ്ങൾ നിങ്ങളുടെ ഇടവക കാണാനും ഇടവകയെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആയിട്ട് വന്നതാണ്. നമ്മുടെ പ്രേക്ഷകർക്കും അതുപോലെ ഒരു ആഗ്രഹമുണ്ട്. എന്നുവെച്ചാൽ 3 ഘട്ടങ്ങളിൽ വിജയികളായി നിൽക്കുകയാണ് ഇവർ. അച്ഛൻ്റെ പേരും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? പേര് മാർട്ടിൻ കളമ്പാടൻ. പൊന്നങ്കോട് പള്ളിയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറെ സന്തോഷത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. 1978 തുടങ്ങിയ ഇടവകയാണ് പൊന്നങ്കോട് ഇടവക. പിന്നീട് ഇത് പ്രവന പള്ളിയായി വിശുദ്ധ അന്തോണിസിൻ്റെ നാമത്തിലുള്ള ഇടവകയാണ്. ഏകദേശം ഇപ്പോൾ ഇവിടെ 300 കുടുംബങ്ങളുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഇടവക പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നൊവേനകളുണ്ടോ? നൊവേനകളുണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെയും വൈകിട്ടും വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ട്. ധാരാളം ആളുകൾ അടുത്തുള്ള ഇടവകളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും നൊവേനയിൽ പങ്കെടുക്കാനും വരുന്നുണ്ട്. അതിൻ്റെ അനുഗ്രഹങ്ങളും ധാരാളം ലഭിക്കുന്നുണ്ട്. വിശുദ്ധ അന്തോണിസിൻ്റെ തിരുശേഷിപ്പുള്ള ഇടവ കൂടിയാണ് ഈ ഇടവക. അന്തോണിസുന്നാളിൻ്റെ നാമത്തിലുള്ള നിങ്ങളുടെ പള്ളി അതിമനോഹരമായൊരു പള്ളിയാണ്. ഞങ്ങളിത് കണ്ടു. നിങ്ങളെ 3 ഘട്ടങ്ങളിലൊക്കെ വിജയിച്ച് നിൽക്കുവാണ് അല്ലേ? ഇപ്പം ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. എല്ലാവരും ഒരുപാട് അധ്വാനിച്ചിരുന്നു. അതിൻ്റെ പ്രതിഫലം ലഭിച്ചു എന്നാണ് വിശ്വാസം. അധ്വാനിച്ചു എന്ന് പറയാൻ മനസ്സിലായി. ചെറിയൊരു കൊച്ചൊക്കെ ഉണ്ടായിട്ടും പഠിക്കാൻ കൂടുതൽ സമയങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ? എല്ലാവരും അമ്മമാര് തന്നെയാണല്ലോ. അപ്പം കുടുംബത്തിലെ തിരക്കും ഇതും എല്ലാം മാനേജ് ചെയ്യാൻ അതുപോലെ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിലും ഇടവകക്കാരാണെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അച്ഛനും സിസ്റ്ററും ഒപ്പം നിൽക്കുന്നുണ്ട്. സിസ്റ്ററാണ് എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ ചേർത്ത് നിർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധി കേന്ദ്രം ആണോ? എങ്ങനെയുണ്ട് ഇവരെയൊക്കെ ഒന്ന് ഒരുമിച്ച് നിർത്താൻ, ഇതൊക്കെ പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയോ? എന്താണ്? ഇവർക്ക് അങ്ങനെ ഒരുമിച്ച് നിർത്തേണ്ട ആവശ്യമില്ല. അവർ ഒരുമിച്ച് തന്നെ വരും. എല്ലാ ദിവസവും സമയത്തിന് വന്ന് പഠിക്കും. ഒത്തിരി അധ്വാനിച്ച് തന്നെ പിന്നെ കുടുംബത്തിലെ ജോലിയൊക്കെ അവർ നേരത്തെ കഴിച്ചു വെച്ചിട്ട് അവർ വന്നിട്ട് ഇവിടെ വന്ന് പഠിക്കും. ഈ ബൈബിൾ ക്വിസ് കൊണ്ട് നമ്മുടെ ഇടവകയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ അച്ഛാ? ഇവരുടെ ഈ പഠനവും താല്പര്യവും ഇങ്ങനെ ഇവർ ഓരോ ഘട്ടത്തിൽ വിജയിച്ച് വരുന്ന കാണും മറ്റുള്ളവർക്കും അതൊരു വലിയൊരു പ്രചോദനമായി മാറുന്നുണ്ട്. ബൈബിളൊക്കെ പഠിക്കണം, സഭയെക്കുറിച്ച് അറിയണമെന്നുള്ള താല്പര്യം മറ്റുള്ളവരും പ്രത്യേകിച്ച് മതാധ്യാപകർ കുട്ടികൾക്ക് വരെ അത് വലിയ താല്പര്യമായിട്ട് മാറുന്നുണ്ട്. എന്തായാലും പ്രോഗ്രാം വളരെ ഭംഗിയായി നിങ്ങളെല്ലാവരും ചെയ്യുന്നു അറിയാം. എന്തായാലും വിജയാശംസകൾ നേരുന്നു. നമ്മൾക്ക് സ്റ്റേജിൽ കാണാം അല്ലേ? കാഞ്ഞിരപ്പുഴ ഡാമിനോട് ചേർന്ന് മലനിരകൾക്കിടയിൽ വളരെ മനോഹരമായ ഇരുമ്പകച്ചോല ദേവാലയം. ആ ദേവാലയത്തിലേക്കാണ് നാം കടന്നു ചെല്ലുന്നത്. ഹായ് ടീം ഇരുമ്പകച്ചോല. ഹായ്. നിങ്ങൾ പഠിക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു അല്ലേ? ബിജു അച്ഛൻ ഇവിടെ ഉണ്ടോ? ബിജു അച്ഛാ, ഞാൻ ഷർജു അച്ഛനെ ഒന്ന് കാണാനായിട്ട് വന്നപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ, അച്ഛനൊന്ന് പരിചയപ്പെടുത്തിക്കേ, പേരൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ ഫാദർ ഷർജോ മലയക്കുടിയിൽ, പാലക്കാട് രൂപത അംഗമാണ്. ഇവിടെ എത്ര ഇടവകങ്ങളുണ്ട്? ഇവിടെ 170ഓളം വീട്ടുകാരുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഞങ്ങൾ വന്നപ്പോ കണ്ടു, അടിപൊളി സ്ഥലം. ചുറ്റുപാടും മലയാണ്. ഉരുള് പൊട്ടിയാലും വെള്ളത്തിൽ. ഇവിടെ പോയ ഡാമുണ്ട്, അവിടെ പോയാലും വെള്ളത്തിൽ. നല്ല സ്ഥലമാണ്, നല്ല ആൾക്കാരാണ്. എല്ലാം കൃഷിക്കാരും കർഷകരും അധ്വാനിക്കുന്നവരും ഒക്കെയാണ്. സിസ്റ്ററിന്റെ നേതൃത്വത്തിലുള്ള ടീം 3 റൗണ്ട് വിജയിച്ച് ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കുകയാണല്ലേ? അതെ. എന്ത് തോന്നുന്നു?
അവർ നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി 10 മണിക്ക് വന്ന് 2 മണി വരെ അവർ ഒരുമിച്ചിരുന്ന് പഠിക്കലും അതിന് ചോദ്യങ്ങൾ ചോദിക്കലൊക്കെ ആയിട്ടാണ്. അപ്പോൾ അവർ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അവർക്കിത് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് സിസ്റ്റർ സ്റ്റെല്ല, CMC കോൺഗ്രിഗേഷൻ, പാലക്കാട് പ്രൊവിൻസിൽ പെട്ട ആളാണ്. ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട്, ആരും ഒറ്റയ്ക്ക് പഠിക്കുന്നില്ല, എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നുണ്ട്. പഠിച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടമ്മമാർ തന്നെയാണോ? എല്ലാവരും വീട്ടമ്മമാർ, ഒരാൾ മാത്രമേ ജോലിക്ക് പോകണുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ബാക്കി 6 പേര് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കും. എല്ലാ ദിവസവും രാവിലെ 10 മണി തൊട്ട് 2:45 വരെ 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. വിജയ, അച്ഛനെ ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അച്ഛന് പരിചയമുള്ള അച്ഛനൊക്കെ അല്ലേ? ഈ അച്ഛനെ കുറിച്ച് ആണ് എനിക്ക് കൂടുതൽ പറയാനായിട്ടുള്ളത്. കാരണം ഈ അച്ഛൻ ഇങ്ങനെ സുന്ദരനും സുമുഖനും എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് പാലക്കാട് രൂപതയ്ക്ക് കിട്ടിയ ഒരു അനുഗ്രഹം. കാരണം എന്നെക്കാളും 1 വർഷം മുമ്പ് പട്ടം സ്വീകരിച്ച ആളാണ്. ഞങ്ങളൊരു 30 വർഷത്തെ പരിചയം ഞങ്ങൾ ഇവനുള്ള. പട്ടം സ്വീകരിച്ച് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ 2004 മാർച്ച് മാസത്തിൽ ഷർജത്തിന് ഒരു മേജർ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ അറിഞ്ഞിട്ടൊന്നുമില്ല ആക്സിഡൻറ്റ് ഉണ്ടായത്, വണ്ടി ഓടിച്ച് പോയപ്പോൾ. അപ്പോൾ അതിന് ശേഷം മിഷൻ ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു റിക്കവറി ഉണ്ടായിട്ടില്ല എന്ന് പറയുക. ഏകദേശം 2 ആഴ്ചയോളം കോമ സ്റ്റേജിൽ കടന്ന്, പക്ഷേ 2 മാസം കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ, പാലക്കാട് രൂപതയ്ക്ക് നൽകിയ ഒരു വലിയൊരു ഗിഫ്റ്റാണ് ഷാർജ അച്ഛൻ. അച്ഛന് ഒരു കിഡ്നി ഇല്ല, അച്ഛൻ്റെ സ്പ്ലീൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ന്യൂനതകളൊക്കെ ഉണ്ടെങ്കിലും യാതൊരു കുറവുമില്ലാതെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം അച്ഛനെ ഇടവരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഷർജോച്ചൻ ഞങ്ങളുടെ രൂപതയുടെ ഒരു ദൈവദാനമായിട്ട് ഇന്നും ഒരു ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഷർജോച്ചനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ അമ്മമാരെല്ലാവരും വളരെ ആക്റ്റീവാണ്. ഞാനിവിടെ ഇടയ്ക്കൊക്കെ കുർബാനയ്ക്കൊക്കെ വരുന്ന പള്ളിയാണ്. അപ്പോൾ വളരെ ആക്റ്റീവാണ്, നന്നായിട്ട് ഇവർ പഠിക്കുന്നുണ്ട്. ഈ മേരി ചേച്ചിക്കാണെങ്കിൽ, എൽസി ചേച്ചിക്ക് എത്ര മക്കളാന്ന് പറഞ്ഞാൽ 10 മക്കളാണ്. 10 മക്കളിൽ 3 പേര് സിസ്റ്റേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാ കുടുംബങ്ങളും ഇതുപോലെ തന്നെ സഭയോട് അത്ര അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നാണ് അഭിമാനത്തോടെ പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഷെർജോച്ചൻ്റെ നേതൃത്വത്തിലുള്ള ഇരുമ്പകച്ചോല ടീം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്റ്റേജിൽ കാണാം അല്ലേ? ഓക്കെ, താങ്ക് യു. നിത്യസഹായം മാതാ ടൗൺ ചർച്ച് പാലക്കാടാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പാലക്കാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൽ ഏകദേശം 250ഓളം ഇടവകങ്ങളാണ് ഉള്ളത്. അവരിൽ നിന്നും തിരഞ്ഞെടുത്ത 7 പേരാണ് പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ മത്സരിക്കാനെത്തിയത്. നമുക്ക് ഈ ദേവാലയം പരിചയപ്പെടാം, കൂടെ അവരെയും വരും. ഹായ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? നമ്മളിപ്പോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ എത്തി നിൽക്കുകയാണ് അല്ലേ? വിജയികളായി 3 സെക്ഷൻ കഴിഞ്ഞ് 4ാമത്തെ സെക്ഷനിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് ലോകത്തോട് സുവിശേഷം പറയുന്ന നിങ്ങളുടെ ഇടവക ഞങ്ങൾ ശാലോം TV പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ അച്ഛൻ എവിടെ പോയി? അച്ഛൻ്റെ ചേട്ടൻ്റെ ചരമവാർഷികമായിട്ട് അട്ടപ്പാടിയിലേക്ക് പോയിരിക്കുകയാണ്. അതെ, അതാണ് അച്ഛന് വരാൻ അച്ഛനെ കൂടെ ഇവിടെ പ്രതീക്ഷിച്ചായിരുന്നു. അച്ഛനെ കാണാനും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയൊക്കെ ആയിരുന്നു ഞങ്ങൾ എത്തിയത്. പക്ഷെ അച്ഛൻ ഇല്ലാണ്ടായി പോയി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ? 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഇതേപോലെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക, എല്ലാവരും വചനത്തിൽ കൂടുതൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കാനും അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടി ഒരു ഐക്യമായിട്ട് ജീവിക്കാനും, പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഇതേപോലെ പള്ളിയിൽ വന്നിട്ട് എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കാനും എല്ലാം ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അടുത്ത പ്രാവശ്യം ഔട്ടായാൽ എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ്? ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ആഗ്രഹത്തോടെ ഞങ്ങൾ പഠിച്ചവിടെ പോയിട്ട് ഫെയിലായാൽ തീർച്ചയായിട്ടും വിഷമം ഞങ്ങൾക്ക് ഉണ്ടാവും. അതായത് നമ്മൾ വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കിതിലെല്ലാവർക്കും അത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പരീക്ഷണങ്ങൾ പല രീതിയിലും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ. ഒപ്പം ഞങ്ങൾ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക നിറവും
മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആശ്വാസവും നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഇത്രയും കാര്യങ്ങളിൽ ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഇതൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ കടന്നു പോവുകയാണെന്ന് ആ ലൈവായിട്ടുള്ളൊരു ജീവിതം, ഈശോയുടെ ജീവിതം ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഏകദേശം 250ഓളം വീട്ടുകാരുള്ള ഈ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 7 പേർ നമ്മൾ ലോകത്തോട് സുവിശേഷം പറയാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ വിജയകരമായി നിങ്ങൾ പ്രോഗ്രാം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും ഭംഗിയായി ദൈവത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രോഗ്രാം അവതരിപ്പിച്ച് വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നന്ദി. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്വാർട്ടർ ഫൈനലിന്റെ അവസാന എപ്പിസോഡിലാണ് നാം എത്തിയിരിക്കുന്നത്. അതെ, ഇന്നും നമ്മോടൊപ്പം 3 ടീമുകളാണുള്ളത്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ടീം ഇരുമ്പകച്ചോല, ടീം പൊന്നങ്കോട്, ടീം പാലക്കാട് ടൗൺ. നാം ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ ക്വിസ് മാസ്റ്ററിനെയാണ്. സോ ലെറ്റ്സ് വെൽക്കം റെവറൻഡ് ഡോക്ടർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ പൂർവ്വപിതാവായ യാക്കോബ് ദൈവവുമായി, ഒരാളെന്നാണ് പരാമർശം, ദൈവവുമായി മല്ലടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ അവസാനം യാക്കോബ് ഇങ്ങനെ അപേക്ഷിക്കുകയാണ്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവം അവനെ അനുഗ്രഹിച്ചു. അതേ തുടർന്ന് യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് അവൻ പേരിട്ടു. ദൈവത്തെ മുഖത്തോട് മുഖം കാണുന്ന സ്ഥലമാണ് പെനുവേൽ. ഇന്ന് നമ്മൾ ഈ പെനുവേലിൻ്റെ മത്സരത്തിൻ്റെ മധ്യത്തിലായിരിക്കുമ്പോൾ കാണാൻ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ മുഖമാണ്. വചനം പറയുന്നിടത്തൊക്കെ, പങ്കുവെക്കുന്നിടത്തൊക്കെ നാം വായിക്കുന്നത് അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ മുഖം തന്നെയാണ്. ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ മത്സരത്തിൻ്റെ പ്രത്യേകത, ഈ മത്സരത്തിൻ്റെ 3 മത്സരാർത്ഥികളിൽ നിന്ന് 2 ടീമുകളാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. അത് സെമി ഫൈനൽ റൗണ്ടാണ്. സെമി ഫൈനലിൽ നിങ്ങളിൽ ആരെയൊക്കെയാണ് നാം കണ്ടുമുട്ടാനിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഈ മത്സരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ മത്സരത്തിൻ്റെ വേദിയുടെ മുൻപിൽ തന്നെ ഒരു ഗോവണി നിങ്ങൾക്ക് കാണാം. ഈ മത്സരത്തിലുടനീളം നിങ്ങൾക്ക് ഈ ഗോവണി ഉപയോഗിക്കാനുള്ള അവസരമുണ്ട്. 3 ടീമുകളിൽ 1 ടീമിന് മാത്രമാണ് ഗോവണി ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഈ ഗോവണിയിൽ ഒരു ചോദ്യമേ ഉള്ളൂ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 50 പോയിൻ്റാണ്. പക്ഷേ നിങ്ങൾ ഈ ഗോവണിയിലേക്ക് പ്രവേശിക്കാൻ വില കൊടുക്കണം. 20 പോയിൻ്റ് നൽകിയാലാണ് നിങ്ങൾക്ക് ഈ ഗോവണി ഉപയോഗപ്പെടുത്താൻ പറ്റുക. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു 20 പോയിൻ്റ് ഉണ്ട് എങ്കിലുമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ മത്സരത്തിൻ്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഏറ്റവും അവസാനത്തെ റൗണ്ടിന് മുൻപ്, ശ്രദ്ധിക്കണം, ഏറ്റവും അവസാനത്തെ 5-ാമത്തെ റൗണ്ടിന് മുൻപ് വരെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഒരുപക്ഷെ നിങ്ങൾ അല്പം പുറകിലായിരിക്കുന്നു എന്ന് തോന്നുന്ന സമയത്തോ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗോവണിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഉത്തരം ശരിയാണെങ്കിൽ 50 പോയിൻറ്റുമായി നിങ്ങൾ മുകളിലേക്ക് കയറും, അല്ലെങ്കിൽ ഈ ഗോവണി വഴി അല്പം താഴത്തേക്ക് ഇറങ്ങേണ്ടിയും വരും. വ്യക്തമാണ്? ഞാൻ ചോദ്യം പൊതുവായി നിങ്ങളെ അറിയിക്കും. അതിനുശേഷം നിങ്ങൾക്ക് 20 സെക്കൻഡ് സമയം തരും. ആ സമയം നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയമാണ്. ആലോചിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനമെടുക്കാം. നിങ്ങളുടെ മുൻപിൽ പ്ലക്കാർഡുകൾ നൽകിയിട്ടുണ്ട്. യെസ് അഥവാ നോ എന്ന് എഴുതിയിരിക്കുന്ന 2 ബോർഡുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ബെല്ല് കേൾക്കുന്ന ക്ഷണം നിങ്ങൾക്ക് ആ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിക്കാം. നിങ്ങളെടുത്തിരിക്കുന്ന നിലപാട് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 30 പോയിൻ്റ് കിട്ടും, തെറ്റാണെങ്കിൽ പോയിൻ്റ് നഷ്ടപ്പെടുകയില്ല, മറ്റ് ടീമുകൾക്ക് പോയിൻ്റുകൾ കിട്ടും. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1-ാമത്തെ ചോദ്യം ഇതാണ്. ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ എനിക്ക് സ്തുതി ഒരുക്കി. ഇത് സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു കൊട്ടേഷനാണ്. ശരിയാണോ തെറ്റാണോ?
എന്നാണ് 3 ടീമുകളും പറയുന്നത്. അത്ര ഉറപ്പാണോ? ടീം പാലക്കാട് ടൗൺ, നിങ്ങൾ ആദ്യം തന്നെ അത് എടുക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു. അത്ര ഉറപ്പാണോ? സങ്കീർത്തന പുസ്തകത്തിനുള്ളതാണത്. ആണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 3 ടീമുകളും 30 പോയിന്റുമായി സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. പൊന്നങ്കോട് അറിയാതെ ബസർ ചെയ്തതാണോ? അല്ല, അറിഞ്ഞോണ്ട് അമർത്തിയതാണ്. ഇതിപ്പോ ബസർ റൗണ്ട് ഒന്നും അല്ല, പിന്നെ എന്തിനാ ബസർ ചെയ്തത്? ലാഡറിൽ ഗോൾഡൻ ലാഡർ. ഗോൾഡൻ ലാഡറിന് വേണ്ടിയാണ്. ഒരവസരത്തിന് പോലും വെയിറ്റ് ചെയ്യാതെ ചാടിക്കേറി പറയുകയാണ്. ആകെ 30 പോയിന്റിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ 20 പോവുകയും ചെയ്യും. എന്നാലും കുഴപ്പമില്ലെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുകയാണ്. ശരി, വരും. നിങ്ങൾക്കുള്ള ഗോൾഡൻ ലാഡറിൻ്റെ സുവർണ ഗോവണിയുടെ ചോദ്യം ഇതാണ്. ക്രൈസ്തവ പാരമ്പര്യത്തിൽ സഭ എന്ന പദം വേർതിരിക്കാനാവാത്ത 3 അർത്ഥതലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 2 ഞാൻ പറയും. 3ാമത്തേത് ഏതാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. 1 പ്രാദേശികമായ ഒരു സമൂഹത്തെ സൂചിപ്പിക്കുന്നു. 2 വിശ്വാസികളുടെ സാർവത്രിക സമൂഹത്തെ സൂചിപ്പിക്കുന്നു. 3ാമത്തേത് എന്താണ്? ആരാധനാ സമൂഹത്തെ സൂചിപ്പിക്കുന്നു. അതാണ് അതിൻ്റെ ഉത്തരം. ആരാധനാ സമൂഹം എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. ടീം പൊന്നങ്കോട്, നിങ്ങൾ ഈ ഗോവണിയിലൂടെ 50 പോയിന്റ് മുകളിലേക്ക് കയറുകയാണ്. അഭിനന്ദനങ്ങൾ. 2ാമത്തെ ചോദ്യം. അനന്തരം യേശു അവരോടൊത്ത് ഗത്സമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, പുലരുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കണം. ശരിയോ തെറ്റോ? മൂന്ന് ടീമുകളും നോ എന്നാണ് ഉയർത്തിയിരിക്കുന്നത്. നോയാണോ? എന്തുകൊണ്ടാണ് തെറ്റാന്ന് പറഞ്ഞത്? പുലരുവോളം ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ പുലരുവോളം ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്നാണ് പറഞ്ഞത്. എന്നാലും നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം പാലക്കാടിനും പൊന്നങ്കോടിനും ഇരുമ്പകച്ചോലയ്ക്കും 30 പോയിന്റുകൾ വീതം. അഭിനന്ദനം. അടുത്ത ചോദ്യം. അവൻ അരുൾ ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി. ശരിയോ തെറ്റോ? അവൻ അരുൾ ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി. ശരിയോ തെറ്റോ? യെസ് എന്നാണ് നിങ്ങളെല്ലാം പറയുന്നതെങ്കിൽ എനിക്കും അതേ അഭിപ്രായമാണുള്ളത്. അങ്ങനെ തന്നെയാണ്. 3 ടീമുകൾക്കും 30 പോയിന്റുകൾ വീതം. ജെറുസലേമിനെ കുറിച്ചുള്ള ഈശോയുടെ വിലാപം. അതിനിടയിൽ ഈശോ പറയുകയാണ്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ശരിയോ തെറ്റോ? ജെറുസലേമിനെ കുറിച്ചുള്ള ഈശോയുടെ വിലാപത്തിൽ ഈശോ പറയുകയാണ്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കും. ശരിയോ തെറ്റോ? നിങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ തീരുമാനിച്ചു. ശരി. തെറ്റ് തെറ്റ് തെറ്റ്. എന്താണ് എല്ലാവരും തെറ്റാണെന്ന് പറയുന്നത്? ഇത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ അതാണ് എൻ്റെ ഉത്തരം. അത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയിലുള്ളതാണ് ലാസ്റ്റ് പറയണത്. അതിന്റെ അവസാനമാണത്. ഈശോ ജെറുസലേമിനെ കുറിച്ച് വിലപിക്കുമ്പോഴല്ല. 3 ടീമുകൾക്ക് 30 പോയിന്റുകൾ. തന്നെ ഒറ്റിക്കൊടുക്കാൻ വന്ന തോമസിനെ ഈശോ അഭിസംബോധന ചെയ്യുന്നത് സ്നേഹിത എന്ന് വിളിച്ചാണ്. നിങ്ങൾ ഉത്തരം ആലോചിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കുക. നോ. പിന്നെ എന്തെന്ന് വിളിച്ചാണ്?
തോമസ് അല്ല, യൂദാസ് ഒറ്റ കൊടുക്കാം. ശ്രദ്ധിച്ചൊക്കെ ആ ചോദ്യം കേൾക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഉത്തരം ശരിയാണ്. തൻ്റെ മരണത്തിന് കാരണക്കാരനാകാൻ ഒരർത്ഥത്തിൽ മാത്രം കാരണക്കാരനാകാൻ പോകുന്ന യൂദാസിനെ സ്നേഹത്തോടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ആ വാക്ക് കൂട്ടിച്ചേർത്ത് സ്നേഹിത എന്നാണ് ഈശോ വിളിക്കുന്നത്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 3 ടീമുകൾക്കും 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ഇതാണ്. കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവരാൻ ഈശോ ആവശ്യപ്പെടുന്നത് ബെത്സൈദയിൽ വെച്ചാണ്. ശരിയോ തെറ്റോ? കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവരാൻ ഈശോ ആവശ്യപ്പെടുന്നത് ബെത്സൈദയിൽ വെച്ചാണ്. ശരിയോ തെറ്റോ? തീരുമാനമായോ? നിങ്ങളും തീരുമാനമായി? നിങ്ങളും തീരുമാനിച്ചു? ഓക്കെ, അങ്ങനെ നമുക്ക് ബെല്ല് കൊടുക്കാം. നോ, എന്താണ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞത്? ബെത്ഫഗയിൽ വെച്ചിട്ടാണ്. ബെത്സൈദയല്ല, ബെത്ഫഗയാണ്. 2 സ്ഥലങ്ങളാണ്. ഉത്തരം ശരിയാണ്. 3 ടീമുകളുടെയും 3 ടീമിനും 30 പോയിന്റുകൾ. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ശരിയോ തെറ്റോ? തീരുമാനിച്ചോ? സൂക്ഷിച്ച് കേൾക്കണം. നന്നായി ശ്രദ്ധിച്ചിട്ടാണ് ഉത്തരം പറയാൻ പോകുന്നത് അല്ലേ? ചിലപ്പോൾ വാക്കുകൾ തെറ്റുണ്ടാവാം, മുഴുവൻ ശരിയാവാം. യെസ് എന്നാണ് ഉത്തരം. അപ്പം അതിനെ തെറ്റൊന്നുമില്ല. നിങ്ങളുടെ തെറ്റൊന്നും ഇല്ലെന്നാണ് പറയുന്നതെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 30 പോയിന്റുകൾ. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ഈശോ ഉദ്ധരിക്കുന്നത് സക്രിയയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ശരിയോ തെറ്റോ? ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ഈശോ ഉദ്ധരിക്കുന്നുണ്ട് സക്രിയയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ശരിയോ തെറ്റോ? സംശയമുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? ശാല സംശയമുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടോ? തെറ്റ് എന്ന് പറയുന്നു, തെറ്റ് എന്ന് പറയുന്നു, ശരിയെന്ന് പറയുന്നു. ഇതിലേതാണ്? എന്തുകൊണ്ടാണ് ശരിയാണെന്ന് പറഞ്ഞത്? ശരിയാണെന്ന് തോന്നിയതുകൊണ്ടല്ലേ? എന്തുകൊണ്ടാണ് തെറ്റെന്ന് പറഞ്ഞത്? സംശയമായിരുന്നു. എന്താണ് 3-ാം അധ്യായമാണെന്ന് സംശയം ഉണ്ടായിരുന്നു. പൊന്നങ്കോടും പാലക്കാട് ടൗണും നോ എന്ന് പറയുന്നു. ഇരുമ്പകച്ചോല യെസ് എന്ന് പറയുന്നു. നിർഭാഗ്യവശാൽ ഇരുമ്പകച്ചോല നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. 3-ാം അധ്യായമല്ല, 13-ാം അധ്യായമാണ്. ശകല സാമ്യമുണ്ട്. 13-ാം അധ്യായമാണ്. അവർ കണ്ണു കുറച്ചിങ്ങനെ ഒരെണ്ണം അങ്ങ് ഉയർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. മുകളിലിരുന്നിടത്ത് അങ്ങ് ഉയർത്തി പിടിച്ചെന്നേ ഉള്ളൂ അല്ലേ? 3 പക്ഷെ കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ടീം പാലക്കാട് ടൗണിനും പൊന്നങ്കോടിനും 30 പോയിന്റുകൾ വീതം. ഈ ചോദ്യത്തോടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം എന്താണ് സ്കോർ ബോർഡ്. ടീം ഇരുമ്പകച്ചോല നേടിയിരിക്കുന്നു 210 പോയിന്റുകൾ. ടീം പൊന്നങ്കോട് നേടിയിരിക്കുന്നു 270 പോയിന്റുകൾ. ടീം പാലക്കാട് ടൗൺ നേടിയിരിക്കുന്നു 240 പോയിന്റുകൾ. ബസർ റൗണ്ടിൻ്റെ പ്രത്യേകത, ആദ്യം ബസർ ചെയ്യുന്നവർക്ക് ഉത്തരം പറയാനുള്ള അവസരമുണ്ട്. ബസർ ചെയ്തിട്ട് ഉത്തരം തെറ്റിച്ചാൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ഉത്തരം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസർ ചെയ്യാം. ഉത്തരം തെറ്റാണെങ്കിൽ അത് വലതുവശത്ത് നിൽക്കുന്ന ടീമിലേക്ക് പാസ് ചെയ്യും. വ്യക്തമല്ലേ? ചോദ്യം. വെളിപാട് പുസ്തകം 21:14 ഉദ്ധരിച്ചുകൊണ്ട് CCC ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ഈ നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങളുണ്ട്. അവയുടെ മേലെന്തുണ്ട്? പാലക്കാട് ടൗണാണ് ബസർ ചെയ്തത്. പേടിച്ചിട്ട് ഞെക്കിപ്പോയതാണ്. അല്ല, ധൈര്യപൂർവ്വം പ്രസ് ചെയ്തതാണ്. എങ്കിൽ നിങ്ങളുടെ ഉത്തരം പറയൂ, കേൾക്കട്ടെ. അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുകളും എഴുതപ്പെട്ടിരുന്നു. ഉത്തരം ശരിയാണ്. അവയിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ശരിയായ ഉത്തരം. ടീം പാലക്കാട് ടൗൺ അഭിനന്ദനങ്ങൾ. 30 പോയിന്റുകൾ. എന്താണ് ഈ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ഈ നഗരം? പുതിയ ജെറുസലേം നഗരം. ഏതാണ് ആ പുതിയ ജെറുസലേം? ലോകത്തിൻ്റെ നവീകരണം കഴിഞ്ഞ് വരുന്ന പുതിയ. ഏതായിരിക്കും ആ പുതിയ ജെറുസലേം? സ്വർഗം. സ്വർഗീയ സഭയാണത്. തിരുസഭയാണ് ഉദ്ദേശിക്കുന്നത്. സഭയാണ് ഉദ്ദേശിക്കുന്നത്. തിരുസഭയുടെ കോട്ട, സഭാംഗങ്ങളെ ചേർത്ത് നിർത്തുന്ന കർത്താവിൻ്റെ കരവലയമാകുന്ന ആ കോട്ട,
അവയുടെ 12 അടിസ്ഥാനങ്ങൾ, ആ അടിസ്ഥാനങ്ങൾ ആരാണ്? അപ്പസ്തോലന്മാരാണ്. അതാണ് ആ വെളിപാട് ദർശനത്തിൻ്റെ അർത്ഥം. അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടിരിക്കുന്ന തിരുസഭയെക്കുറിച്ചാണത് പറയുന്നത്. സ്വർഗീയ സഭയെക്കുറിച്ച്, സ്വർഗത്തിൽ പൂർത്തിയാകുന്ന ഈ ഭൂമിയിലെ ഭൗമിക സഭ, അതിൻ്റെ പേരെന്താണ്? സമരസഭ എന്നാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ സഭയുടെ പേര് സഹനസഭ എന്നാണ്. ഇതിനോട് പൂർത്തിയാകുന്ന വിജയസഭ, അതിനെക്കുറിച്ചാണ് ഈ സ്വർഗീയ ദർശനം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രഞ്ജിപ്പിക്കപ്പെട്ട ലോകം, ഇതെന്തിനെക്കുറിച്ചുള്ള പരാമർശം? ഇരുമ്പകച്ചോലയാണ് പ്രസിദ്ധ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രസിദ്ധമായിരിക്കും അല്ലേ? എങ്കിലും ഉത്തരം പറ. സഭയെക്കുറിച്ച്. ഉത്തരം ശരിയാണത്. തിരുസഭയെക്കുറിച്ചാണ്. ഒരു ഉത്തരം പറയുമ്പോൾ സഭയെന്ന് പറയുന്നത് ഭംഗിയാണോ? അല്ല. അല്ലേ? അല്ല, ഭംഗിയല്ലോ. പിന്നെ എങ്ങനെ പറയുന്നതാണ്? തിരുസഭയെക്കുറിച്ച്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? റെസ്പെക്ട് ചെയ്യുക, അതായത് ബഹുമാനം കൊടുക്കാമെന്ന് വിചാരിച്ചാണോ? എന്തുകൊണ്ടാണ് ബഹുമാനം കൊടുക്കുന്നത്? നമ്മളൊക്കെ അല്ലേ ഈ സഭ എന്ന് പറയുന്നത്. ഇപ്പം എത്ര ബഹുമാനിക്കാനുണ്ടോ? ആർക്ക് പറയാം? ക്രിസ്തുവിന്റെ ശരീരമായ തിരുസഭ. ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. തിരുസഭ യഥാർത്ഥത്തിൽ അവിടുത്തെ ശരീരമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണത്. നിങ്ങളൊക്കെ അമ്മമാരാണല്ലേ? വിവാഹം കഴിച്ച സമയത്ത് അത് ഓർക്കുന്നുണ്ടോ? കല്യാണം കഴിച്ച സമയം, ആ സമയത്ത് വായിച്ചു കേട്ട ലേഖനഭാഗം ഓർക്കുന്നുണ്ടോ? എഫെസൂസ് ലേഖനത്തിൽ നിന്നാണ് 5-ാമത്തെ അധ്യായം. അതിലിങ്ങനെ വായിക്കും, ക്രിസ്തു തൻ്റെ ശരീരമാകുന്ന സഭയുടെ ശിരസായിരിക്കുന്ന പോലെ. എങ്ങനെയുള്ള സഭയെക്കുറിച്ചാണ് പറയുന്നത്? തൻ്റെ ശരീരമായിരിക്കുന്ന സഭയെക്കുറിച്ചാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം അതിനെക്കുറിച്ച്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ്. ഈശോയുടെ ശരീരമാണ് തിരുസഭ, ക്രിസ്തുവിൻ്റെ ശരീരം. 2 കാര്യങ്ങളെയാണ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു ശരീരം എന്ന് വിളിക്കുന്നത്. ഏതിനെയൊക്കെയാണ്? 1 വിശുദ്ധ കുർബാനയെ, 2 പരിശുദ്ധ സഭയെ. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന എന്നാണ് പറയുക. ഈശോയുടെ ശരീരം അത് സ്വീകരിക്കുന്നതും അതിനെക്കുറിച്ച് പറയുന്നതൊക്കെ എന്തുമാത്രം ആദരവോടെയാണ്. പക്ഷേ നമ്മൾ പല ആളുകളും ചുമ്മാ അങ്ങ് പറയും സഭ, നമ്മളൊക്കെ കൂടി ഉണ്ടാക്കിയ ഒരു ക്ലബ്ബാണെന്നാണ് വിചാരം. അല്ല, അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതുകൊണ്ട് പരിശുദ്ധ സഭയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആ ആദരവുണ്ടാകണം. തിരുസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ആ ആദരവുണ്ടാകണം. അത് അവിടുത്തെ ശരീരമാണ്, അവിടുത്തെ യഥാർത്ഥ ശരീരമാണ് എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ചുമ്മാ സഭയെന്ന് പറയരുത് എന്ന് പറഞ്ഞത്. എന്ന് ശരിക്കും പറഞ്ഞേ തിരുസഭ, തിരുസഭയാണത്. അത് പരിശുദ്ധ സഭയാണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം ഇരുമ്പകച്ചോല, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ വിവരണമാണ്. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല 2ആയി കീറി. ഈ കീറലിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? പൊന്നങ്കോടാണ്. ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ 2ആയി കീറി. മുകൾ മുതൽ താഴെ വരെ 2ആയി കീറി. അതെന്താ അങ്ങനെ? എന്തിനാ അത് പറയുന്നത്? കീറി എന്ന് പറഞ്ഞാൽ പോരെ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ ദേവാലയത്തിലെ തിരശ്ശീല, പൗരസ്ത്യ സഭകളുടെയൊക്കെ ദേവാലയ ഘടനയിൽ തിരശ്ശീല എന്നൊരു കാര്യമുണ്ട്. അതെന്തിനെ തമ്മിൽ വേർതിരിക്കുന്നതാണ്? അത് മദ്ബഹായെയും ജനം നിൽക്കുന്ന സ്ഥലത്തെയും വേർതിരിക്കുന്നതാണ്. മദ്ബഹ ഏതാണ് സ്ഥലം? സ്വർഗമാണ്. സ്വർഗത്തെ സൂചിപ്പിക്കുന്ന സ്ഥലമാണ്. ദൈവിക രഹസ്യങ്ങളുടെ സ്ഥലമാണ്. മനുഷ്യൻ്റെ കണ്ണുകൊണ്ടും ബുദ്ധി കൊണ്ടും അനുഭവിക്കാൻ ഈ ഭൂമിയിൽ വെച്ച് കഴിയാത്ത ദൈവീക രഹസ്യങ്ങളുടെ സ്ഥലമാണ് മദ്ബഹ. ഭൂമിയിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ദേവാലയത്തിന് തിരശ്ശീല ഇടുന്നത്. ആ രഹസ്യങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്ന സാധാരണ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണത് വിരിയിടുന്നത്. അപ്പോൾ ദൈവിക രഹസ്യങ്ങൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? ഈശോയുടെ കുരിശുമരണത്തിൽ തിരശ്ശീല 2ആയി കീറുകയാണ്. വെറുതെ കീറുകയല്ല, മുകളിൽ നിന്ന് താഴെ വരെ 2ആയി കീറുകയാണ്. അർത്ഥം എന്താണ്? താഴ്ത്തുനിന്നാണ് കീറിയെങ്കിൽ നമ്മൾ വലിച്ചു കീറിയതാണെന്ന് ഊഹിക്കാം. പക്ഷേ ഇത് മുകളിൽ നിന്നാണ് കയറിയിരിക്കുന്നത്. അത് ദൈവം ചെയ്ത പ്രവൃത്തിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. ദൈവമാണ് ദൈവീക രഹസ്യങ്ങൾ, സ്വർഗീയ രഹസ്യങ്ങൾ മനുഷ്യർക്കായി തുറന്ന് നൽകുന്നത്. ദൈവീക വെളിപാടാണ് ഇവിടെ പരാമർശ വിഷയം. ഉത്തരം ശരിയാണ്. ടീം പൊന്നക്കോട്, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അടുത്ത ചോദ്യം. ഒരു കാര്യം ഓർമ്മിപ്പിച്ചിട്ട് ദൈവകൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് വിശുദ്ധ പൗലോസ് കൊളോസസുകാരെ ആശീർവദിക്കുകയാണ്. എന്തോർമ്മിപ്പിച്ചുകൊണ്ടാണ്? പനങ്കോട്ട് ഉത്തരം പറയാം. ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും. അതാണ്. വലിയ ഉറപ്പില്ലായിരുന്നു അല്ലേ? തെറ്റാണത്. പാസ് ചെയ്യപ്പെടുകയാണ്. പാലക്കാട്ടോൺ. എൻ്റെ ചങ്ങലകളെ നിങ്ങൾ ഓർക്കുവിൻ. എൻ്റെ ചങ്ങലകളെ നിങ്ങൾ ഓർക്കുവിൻ. നിങ്ങൾ ഓർക്കുവിൻ. ഉത്തരം ശരിയാണ്. തൻ്റെ ചങ്ങലകളെ ഓർമ്മിപ്പിച്ചിട്ടാണ്, തൻ്റെ തടവറയെ
താൻ അനുഭവിക്കേണ്ടി വന്ന പീഡകളെ ഓർമ്മിപ്പിച്ചിട്ടാണ് പൗലോസ് ഈ കാര്യം പറയുന്നത്. ടീം പാലക്കാട് ടൗൺ 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. പോയിന്റ് നില മാറി പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ ആകാംക്ഷയുണ്ട്. ഹിമ, അമി, എന്താണ് സ്കോർ ബോർഡ്? ടീം ഇരുമ്പകച്ചോല 240 പോയിന്റ്സ്. ടീം പൊന്നങ്കോട് 290 പോയിന്റ്സ്. ടീം പാലക്കാട് ടൗൺ 290 പോയിന്റ്സ്. ഈ റൗണ്ടിൻ്റെ ക്രമീകരണം അല്പം വ്യത്യസ്തമാണ്. അതിങ്ങനെയാണ്, നിങ്ങൾക്ക് തരാൻ പോകുന്നത് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. 4 മാസ്കുകൾ കൊണ്ട് 4 കോളങ്ങൾ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കോളം തുറന്നു നോക്കാം. ആദ്യത്തെ കോളം തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 40 പോയിൻ്റാണ്. ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഉത്തരം പറയാതിരിക്കാം, എന്നിട്ട് അടുത്ത കോളം തുറന്നു കാണിക്കാൻ ആവശ്യപ്പെടാം. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീരും. ഉത്തരം പറയാതിരുന്ന് അടുത്ത കോളം കൂടെ തുറന്നു കാണിക്കാൻ ആവശ്യപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ശരിയാണെങ്കിൽ, ഉത്തരം ശരിയാണെങ്കിൽ 30 പോയിൻ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ കോളം വീതം തുറക്കാം. 40, 30, 20, 10 എന്നിങ്ങനെ പോയിന്റുകൾ കുറഞ്ഞു വരും. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ അത് ഏത് ഘട്ടത്തിലായിരുന്നാലും 20 പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കും. വ്യക്തമാണോ? ടീം ഇരുമ്പകച്ചോല റെഡിയാണ് അല്ലേ? നമുക്ക് ആദ്യത്തെ വിഷ്വലിലേക്ക് പോകാം. ഏത് കോളമാണ് അൺമാസ്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? 2. രണ്ടാമത്തെ കോളം അൺമാസ്ക് ചെയ്യണം. 2. ചിത്രം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ പറയാം, കഴിയുന്നില്ലെങ്കിൽ അടുത്ത കോളം ആവശ്യപ്പെടാം. ഒന്നും കൂടി മാറ്റണം. ഒന്ന് മാറ്റണം. 1 റിമൂവ് ചെയ്യാം. ബിഷപ്പ് ജോസഫ് മാർ തോമസ്. ബിഷപ്പ് ജോസഫ് മാർ തോമസ് ശരിയാണോ? ശരിയാണ്. ടീം ഇരുമ്പകച്ചോല, നിങ്ങൾക്ക് കിട്ടുന്ന 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. നമുക്ക് ആ ചിത്രം പൂർണ്ണമായും കാണാം. നമ്പർ 3, നമ്പർ 4, ഒന്നാമത്തെയും രണ്ടാമത്തെയും മാസ്കുകൾ നീക്കാൻ നിങ്ങളെടുത്ത തീരുമാനം ശരിയാണ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പൊന്നങ്കോട്, ഏത് കോളമാണ് നിങ്ങൾക്ക് തുറന്നു കാണേണ്ടത്? 1. നമ്പർ 1. സിസ്റ്റർ അഡ്വക്കേറ്റ് ഗ്രീഷ്മ അന്നക്കുട്ടി ജോസ്. ശരിയാണോ അത്? നമ്പർ 2, 4, 3. അഡ്വക്കേറ്റ് ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതാരാണിത്? മദ്യത്തിനൊക്കെ അടിമപ്പെട്ടവർക്ക് ബോധവൽക്കരണം നടത്തുന്ന ഒരു അഡ്വക്കേറ്റാണ്. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന. നിങ്ങൾ ആ വാർത്ത വായിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഉണ്ട്. ശരിയാണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം പൊന്നങ്കോട്, നിങ്ങൾക്ക് 40 പോയിന്റുകൾ. പാലക്കാട് ടൗൺ റെഡിയാണ്. തുടങ്ങാം. അടുത്ത വിഷയം. ഏത് കോളമാണ് നിങ്ങൾക്ക് അൺമാസ്ക് ചെയ്യേണ്ടത്? 2. 2 അൺമാസ്ക് ചെയ്യേണ്ടത്. 2. ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസ്. ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസ്. ആ ചിത്രം മുഴുവനും കാണാതെ ഉത്തരം പറഞ്ഞത് ശരിയാണോ? നമ്പർ 1, 4, 3. നിങ്ങൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണ്. ഉത്തരം ശരിയാണ്. ടീം പാലക്കാട് ടൗൺ 40 പോയിന്റുകൾ. വിഷ്വൽ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ അമ്മമാരുടെ സൂക്ഷ്മമായ നിരീക്ഷണ പാഠവത്തിന് ഈ വേദി സാക്ഷിയായി. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റുകൾ ഇങ്ങനെയാണ്. ടീം ഇരുമ്പകച്ചോല 270 പോയിന്റ്സ്. ടീം പൊന്നങ്കോട് 330 പോയിന്റ്സ്. ടീം പാലക്കാട് ടൗൺ 330 പോയിന്റ്സ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ പറയുന്ന വചനഭാഗം അതെവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടെത്തുക, അതിൽ വിരൽ തൊടുക, എന്നിട്ട് അതിന് തൊട്ട് മുൻപുള്ള ഭാഗം മുതൽ വായിച്ച് കേൾപ്പിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കത് 30 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിൻ്റാണ്. 20 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 പോയിൻ്റ് സമ്മാനം കൂടി തരും. ടീം പൊന്നങ്കോട് റെഡിയാണ്? ആരംഭിക്കാം. അവരുടെ നാമം ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. അവരുടെ നാമം ജീവൻ്റെ പുസ്തകത്തിലുണ്ട്.
കൂടാതെ എൻ്റെ ആത്മസുഹൃത്തെ ക്ലെമൻറ്റിനോടും എൻ്റെ മറ്റ് സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിന് വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. അവരുടെ നാമം ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. ആരുടെ കാര്യമാണ് അവരുടെ നാമം എന്ന് പറയുമ്പോൾ? സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുചേർന്ന എന്നെ സഹായിച്ച സ്ത്രീകളെ കുറിച്ചാണ്. അവരുടെ നാമം ജീവൻ്റെ പുസ്തകത്തിലുണ്ട് എന്നാണ്. ഒത്തിരി സ്ത്രീകൾ, അമ്മമാർ ഒക്കെ ഈശോയെയും ഈശോയുടെ അപ്പസ്തോലന്മാരെയും ഒക്കെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ സമയത്ത് കൂടെ സഞ്ചരിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം പൊന്നങ്കോട് 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം പാലക്കാട് ടൗൺ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. സെക്കൻഡ് കൂടി. 3, 2, 1, 0. സമയം കടന്നു പോയിരിക്കുകയാണല്ലോ. വളരെ സുപരിചിതമായൊരു വചനഭാഗമായിരുന്നല്ലോ അത്, അല്ലേ? അതെവിടെയാണത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 34-35 തിരുവചനങ്ങളാണ്. സാരമില്ല, പോയിന്റ് ഒന്നും ലഭിക്കുന്നില്ല, കുഴപ്പമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടീം ഒരുമിച്ചല്ല. ചോദ്യം ഇതാണ്: ലൂക്കായും ദേമാസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ലൂക്കായും ദേമാസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. നിങ്ങൾക്ക് വേണ്ടിയും ലവോദിക്കയിലും ഹീറാപോളിസിലും ഉള്ളവർക്ക് വേണ്ടിയും അവൻ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ്. നമ്മുടെ പ്രിയങ്കരനായ ഭിക്ഷുകരൻ ലൂക്കായും ദേമാസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ഉത്തരം ശരിയാണ്. ലൂക്കായും ദേമാസും ഒരാരാണത്? സഹശുശ്രൂഷകരാണ്. ആരുടെ? സഹശുശ്രൂഷകരാണ്. സത്യത്തിൽ ഈ ലേഖനങ്ങളൊക്കെ എന്താണ്? സഭകൾക്ക് എഴുതിയ കത്തുകൾ. അത് ഇടയലേഖനങ്ങളാണ്. സഭാവിഭാഗങ്ങളുടെ തലവന്മാരായിരുന്ന മെത്രാന്മാർ അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിന് നൽകുന്ന ആധികാരികമായ പ്രബോധനമാണ്, മാർഗനിർദ്ദേശമാണ്, ഉപദേശങ്ങളാണ്, ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഈ ലേഖനങ്ങൾ. ആദിമസഭ മുതലുള്ള ക്രമീകരണമാണ്. തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അജപാലകർ, മെത്രാന്മാർ, അവർ തങ്ങളുടെ ജനത്തോട് സംസാരിക്കുന്നതാണത്. അപ്പം അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതുപോലെ തന്നെ അത് തുടരുകയാണ്. അപ്പം അതുകൊണ്ട് ആ ശ്രദ്ധയോടെയും താല്പര്യത്തോടെയും വേണം നമ്മൾ ഈ അപ്പസ്തോലിക ശ്ലൈഹിക പിന്മുറക്കാരായ മെത്രന്മാരുടെ വാക്കുകൾ കേൾക്കാൻ. ഈ 3 ചോദ്യങ്ങളോടുകൂടെ ഈ റൗണ്ടിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാവുകയാണ്. ട്രഷർ ഹണ്ടിൻ്റെ രണ്ടാമത്തെ ഘട്ടം അത് കാത്തിരിക്കുന്നത് ഹെൽപ്പ് ഡെസ്കിനെയാണ്. നിങ്ങൾക്ക് പരിചയമുള്ളതുപോലെ ഒരു വചനഭാഗത്തെ ഞാൻ മുറിച്ച് ഒളിച്ചു വച്ചിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സമയം അനുവദിക്കുമ്പോൾ ആ കാർഡുകൾ തുറന്നു നോക്കാം, അതിൽ ഒളിഞ്ഞിരിക്കുന്ന വചനം കണ്ടെത്താം, എന്നിട്ട് അത് ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം, എന്നിട്ടത് വായിച്ച് കേൾപ്പിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ 1.5 മിനിറ്റ് സമയമാണുള്ളത്. അതിനുള്ളിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന 30 പോയിൻ്റാണ്. ഇനി 1 മിനിറ്റിനുള്ളിൽ അത് തീർക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 പോയിൻ്റ് ക്വിസ് മാസ്റ്റർ സമ്മാനവും തരും. നമുക്ക് ആരംഭിക്കാം. പാലക്കാട് ടൗൺ വരാം. റെഡിയാണോ? 1, 2, 3 സ്റ്റാർട്ട്. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അങ്ങനെയാണോ അത്? അതിനിടയ്ക്കൊരു ഫുൾ സ്റ്റോപ്പ് ഒക്കെ കാണുന്നില്ലേ? പേടിക്കണ്ട, അങ്ങനെ തന്നെയാണത്. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം പാലക്കാട് ടൗൺ, എന്താണ് ഈ ഉള്ളതുപോലും എടുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞത്? എന്തിനെക്കുറിച്ചാണത്? നമ്മുടെ ഉള്ള താലന്തുകളാണ്. അത് യഥാർത്ഥത്തിൽ വെറും താലന്തുകളല്ല, ടാലൻറ്റുകളോ കഴിവുകളോ
അല്ല, പകരം അതിനേക്കാൾ കൂടുതൽ യഥാർത്ഥ ദാനമാകുന്ന, സമ്മാനമാകുന്ന വിശ്വാസത്തെക്കുറിച്ചൊക്കെയാണ്, ദൈവിക പ്രബോധനത്തെക്കുറിച്ചൊക്കെയാണ്. അത് വചനത്തെക്കുറിച്ച് പോലും അങ്ങനെ പറയാൻ പറ്റും. അത് ഉള്ളവനിൽ അത് വർദ്ധിക്കും, അത് വിനിയോഗിച്ചും ഉപയോഗിച്ചും പങ്കുവെച്ചും വർദ്ധിക്കും. ഇപ്പം നമ്മൾ ഈ മത്സരത്തിലൂടെ കടന്നു പോകുമ്പം നമ്മൾ കൂടുതൽ വചനം വായിക്കുകയും പരസ്പരം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്ത് അത് നമ്മിലും വർദ്ധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സമ്പത്തുള്ളവന്, ചില ആളുകളൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ചില ആളുകൾ പറയും, ഓ ഞങ്ങൾക്കൊന്നുമില്ല, അതുകൊണ്ട് ദൈവം ഒന്നും തരത്തില്ല, ഉള്ളവർക്ക് ദൈവം വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ആ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഇത് സമ്പത്തിനെക്കുറിച്ചോ ഒരാളുടെ കഴിവുകളെക്കുറിച്ചോ അല്ല, അത് ദൈവം നൽകുന്ന ദാനങ്ങളെക്കുറിച്ചാണ്, നന്മകളെക്കുറിച്ചൊക്കെയാണ്. ഇപ്പം നന്മ ഉള്ളവന് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. തിന്മയാണെങ്കിലോ, ദുഷ്ടനായ ഒരു മനുഷ്യൻ, അയാളിൽ ഒരിക്കലും നന്മ വർദ്ധിക്കുന്നില്ല, ഉള്ള നന്മകളാണ് വർദ്ധിക്കുക. 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം പൊന്നങ്കോട്, ചോദ്യത്തിലേക്ക് പോകാം. വരും. റെഡിയാ? 1, 2, 3 സ്റ്റാർട്ട്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുമ്പോളം നീ എൻ്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനാവുക. നിങ്ങളുടെ ഉത്തരം ശരിയാണ് ടീം പൊന്നങ്കോട്. നിങ്ങൾ സമയത്തിന് മുൻപേ ഇത് പൂർത്തീകരിച്ചു. വളരെ എളുപ്പമുള്ള വാചകങ്ങളാണ് ഈ റൗണ്ടിൽ 2 ടീമുകൾക്കും കിട്ടിയത്. അഭിനന്ദനങ്ങൾ. 30 പോയിന്റിൻ്റെ കൂടെ 10 പോയിന്റ് സമ്മാനവും ചേർത്ത് 40 പോയിന്റുകൾ. അഭിനന്ദനം. ഇരുമുഖച്ചോല, വരും. തുടങ്ങി. 1, 2, 3 സ്റ്റാർട്ട്. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കും. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കും. ഇത് എവിടെ പറയുന്നതാണ്? എന്ത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴേ ഇത് പറയുന്നത്? ലോകാവസാനത്തെക്കുറിച്ച്, യുഗാന്ത്യത്തെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ്. ഈശോ ലോകാവസാനത്തെക്കുറിച്ചുള്ള ചോദ്യം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മുഴുവനും അത് പറഞ്ഞവസാനിപ്പിക്കുന്ന ഒരൊറ്റ വാക്കിനെ കേന്ദ്രീകരിച്ചാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എപ്പോഴാണ് ലോകം അവസാനിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈശോ അതിനെ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ ജാഗരൂകരായിരിക്കും. കള്ളൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാത്തതുപോലെ അല്ലേ, നമ്മളോട് കള്ളൻ ഞാൻ രാത്രി ഒരു 2-2:30 വരും എന്നൊന്നും പറയാറില്ല. അവനങ്ങ് വരുക ചെയ്യുക. വല്ല ധാരണയുണ്ട് നമ്മൾ ആ സമയത്ത് ഉണർന്നിരിക്കും. അതുപോലെ കന്യകമാർ എപ്പോഴാണ് വരൻ വരിക എന്നറിയാതെ ശ്രദ്ധിച്ചിരിക്കുന്നു. ഈശോ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ഈ വാക്കുപയോഗിച്ചാണ് സദാ ജാഗരൂകരായിരിക്കുവിൻ. സത്യത്തിൽ എന്താണ് ഈ ജാഗരൂകരായിരിക്കുക എന്ന് പറഞ്ഞാൽ? കണ്ണൊക്കെ ഇങ്ങനെ മിഴിച്ചിരിക്കുക എന്നാണോ? ശ്രദ്ധയോടെ ഇരിക്കുക എന്നാണോ? അല്ല, ജാഗരൂകരായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ദൈവരാജ്യ ശുശ്രൂഷയിലായിരിക്കുക എന്നുള്ളതാണ്. പറയുന്ന ഉപമകളിലൊക്കെ നോക്കിയേ, ഭൃത്യൻ യജമാൻ എപ്പോഴാണ് വരിക എന്നറിയാത്തത് കൊണ്ട് സമയാസമയത്ത് തൻ്റെ ഭവനത്തിലെ അംഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യലാണ്. അല്ലാതെ വെറുതെ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ കാത്തിരിക്കലല്ല, നന്മയുടെ പ്രവൃത്തിയിൽ തുടരുക, ജാഗ്രതയോടെ ഇരിക്കുക എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അഭിനന്ദനങ്ങൾ ടീം ഇരുമ്പകച്ചോല. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 + 10 40 പോയിന്റുകൾ. ഈ റൗണ്ടിൻ്റെ 2 ഘട്ടങ്ങളും ഇവിടെ പൂർത്തിയാകുന്നു. അവസാന റൗണ്ടിലേക്ക്, ഏറ്റവും സംഘർഷഭരിതമായ അവസാന റൗണ്ടിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ഇതുവരെയുള്ള സ്കോർ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ടീം ഇരുമ്പകച്ചോല 350 പോയിന്റ്സ്, ടീം പൊന്നങ്കോട് 410 പോയിന്റ്സ്, ടീം പാലക്കാട് ടൗൺ 370 പോയിന്റ്സ്. ചോദ്യം നിങ്ങൾ വില കൊടുത്തു വാങ്ങുകയാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. മൂന്നാമത്തേതിന് അത് സാധിക്കുകയില്ല. നമുക്ക് ആരംഭിക്കാം. ആദ്യ അവസരം ടീം ഇരുമ്പകച്ചോലയ്ക്കുള്ളതാണ്. ടീം ഇരുമ്പകച്ചോല, എന്താണ് നിങ്ങൾ ഈ സമയത്ത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? ഞങ്ങൾ ചോദ്യം എടുക്കാൻ തീരുമാനിച്ചു. ചോദ്യം എടുക്കാനാണ് തീരുമാനം. 30 പോയിന്റ് തരൂ. നല്ലൊരു ചോദ്യം എടുത്തോളൂ.
ഇനി ഞാനായിട്ടൊരു ചോദ്യം എടുത്ത് ചോദ്യം, സിദ്ധികൾ അഥവാ കാരിസംസ് അവയുടെ വിവേചിച്ചറിയൽ എപ്പോഴും ആവശ്യമാണ് എന്ന് തിരുസഭ പഠിപ്പിക്കുന്നു. എപ്പോഴും വിവേചിച്ചറിയേണ്ട ആവശ്യമുണ്ട്. എന്തു കാര്യത്തിൽ നിന്ന് ഒരു സിദ്ധിയും ഒഴിവാക്കപ്പെടുന്നില്ല എന്നാണ് CCCയുടെ 801 പാരഗ്രാഫിൽ നിങ്ങൾ പഠിച്ചത്. ഒരു കാരിസവും ഒരു സിദ്ധിയും എന്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് പൂർണ്ണമായി വായിക്കാം. സിദ്ധികൾ അഥവാ കാരിസംസ് അവയുടെ വിവേചിച്ചറിയൽ എപ്പോഴും ആവശ്യമാണ് എന്ന് തിരുസഭ പഠിപ്പിക്കുന്നു. എന്തു കാര്യത്തിൽ നിന്ന് ഒരു സിദ്ധിയും ഒഴിവാക്കപ്പെടുന്നില്ല എന്നാണ് CCC 801 പാരഗ്രാഫിൽ നിങ്ങൾ പഠിച്ചത്. ഒരു സിദ്ധിയും പരിശോധിച്ചറിയാതെ. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അതായത് സിദ്ധികൾ അഥവാ കാരിസംസ്, വരങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, അവ വിവേചിച്ചറിയണം. വിവേചിച്ചറിയൽ എപ്പോഴും ആവശ്യമാണ്. ഇത് പറയുമ്പം ആര് വിവേചിക്കുമെന്നുള്ളതാണ് ഈ ചോദ്യം. സത്യത്തിൽ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. ഏത് സ്വകാര്യ വെളിപാടുണ്ടായാലും, ഏത് സിദ്ധികൾ, കാരിസം, ഒരു പ്രത്യേക കാരിസം എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്ന് എനിക്ക് തോന്നിയാലും ഞാനിത് വെരിഫൈ ചെയ്യേണ്ടത് സഭയുടെ അജപാലന ശുശ്രൂഷയിൽ നിന്നാണ്. അവർക്കപ്പുറത്തല്ല ഒരു കാരിസവും. അവരാണ് തീരുമാനിക്കേണ്ടത് ഇത് ഒറിജിനലാണോ, ഇത് ജെന്യുവിനാണോ, ഇത് അംഗീകരിക്കത്തക്കതാണോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. അല്പം ആലോചിച്ച് വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായാലും. സാരമില്ല. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണോ? ആലോചിച്ചിട്ട് മതി. പോകാം. ചോദ്യം ഇതാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് അതല്ലാതെ ദൈവത്തിൻ്റെ രഹസ്യം വേറെയില്ല എന്ന് തിരുസഭ പഠിപ്പിക്കുകയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതല്ലാതെ ദൈവത്തിൻ്റെ രഹസ്യം വേറെയില്ല എന്ന് തിരുസഭ പഠിപ്പിക്കുകയാണ്. ആ യഥാർത്ഥമായ ദൈവത്തിൻ്റെ രഹസ്യം എന്താണ്? ക്രിസ്തു എന്ന രഹസ്യം. ഉത്തരം ശരിയാണ്. അത് ക്രിസ്തുവാണ് ആ രഹസ്യം. അതല്ലാതെ മറ്റൊരു രഹസ്യം ദൈവത്തിനില്ല. എല്ലാ രഹസ്യങ്ങളുടെയും വെളിപ്പെടുത്തൽ ക്രിസ്തുവിലാണ് പൂർത്തീകരിക്കുന്നത്. ടീം ഇരുമ്പകച്ചോല, നിങ്ങൾ കിട്ടാനിരിക്കുന്നത് 80 പോയിന്റുകളാണ്. അഭിനന്ദനങ്ങൾ. ഇപ്പോൾ ഒരുവിധ സേഫൊക്കെ ആയോ? ആയില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനിയും എടുക്കാനാണ് പോകുന്നത്. നല്ല ചോദ്യം നോക്കി എടുക്കണ്ടേ? ഞാൻ പറയുന്ന വാചകത്തിൻ്റെ അവസാന വാക്ക് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. വാചകം എങ്ങനെയാണ്? മനുഷ്യവംശത്തോട് ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ ദൃശ്യമായ പദ്ധതിയാണ്. വാക്ക് പൂരിപ്പിക്കണം. മനുഷ്യവംശത്തോട് ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ ദൃശ്യമായ പദ്ധതിയാണ് വിശുദ്ധ സഭ, തിരുസഭ. ഉത്തരം ശരിയാണ്. വിശുദ്ധ സഭ, തിരുസഭ. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം ഇരുമ്പകച്ചോല 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്താണ്? നിങ്ങൾ മറ്റേതെങ്കിലും ടീമിന് ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? ഒന്നും അറിയത്തില്ല അച്ഛാ. ഒന്നും അറിയത്തില്ല. പോയിന്റ് ഒന്നും കൂട്ടി നോക്കുന്നില്ലേ? അത് കൂട്ടിയിട്ട് കാര്യമില്ല, അവരെല്ലാം പറഞ്ഞാലോ. ശരി, നമുക്ക് അടുത്ത ടീമിലേക്ക് പോകാം. അടുത്ത അവസരം അത് ടീം പാലക്കാട് ടൗണിൻ്റെതാണ്. പാലക്കാട് ടൗൺ, നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇപ്പം കുറച്ച് പേടിയുണ്ട്. എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ എന്ത് തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത്? ചോദ്യങ്ങൾ എടുക്കാം എന്ന് വിചാരിക്കുകയാണ്. 30 പോയിന്റ് തരൂ. നല്ലൊരു ചോദ്യം തിരഞ്ഞെടുത്തു. നീല നിറമുള്ള ചോദ്യമാണ്. നല്ല ചോദ്യം. നിങ്ങളും നീല ഉടുപ്പൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണോ? ചോദ്യം ഇതാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് കൗൺസിൽ പ്രമാണരേഖ തുടർന്ന് പറയുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ സമ്മേളിച്ചിരിക്കുന്ന ഈ പരിശുദ്ധ സൂനകദോസിൻ്റെ തീവ്രമായ ആഗ്രഹം എല്ലാ സൃഷ്ടികളോടും അവിടുത്തെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് സഭയുടെ മുഖത്ത് പ്രശോഭിക്കുന്ന അവിടുത്തെ പ്രകാശത്താൽ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കണമെന്നതാണ്. എന്തു പറഞ്ഞിട്ടാണ് ഈ കാര്യം തിരുസഭ പറയുന്നത്? എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിച്ചുകൊണ്ട് തിരുസഭയുടെ മുഖത്ത് പ്രശോഭിക്കുന്ന തിരുസഭയുടെ മുഖത്തുള്ള പ്രകാശത്താൽ എല്ലാവരെയും പ്രശോഭിപ്പിക്കണമെന്നതാണ് ഈ കൗൺസിലിൻ്റെ ആഗ്രഹം. ടീം പാലക്കാട് ടൗൺ, ഉത്തരം തെറ്റാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊന്നുമല്ല ഇതിൻ്റെ ഉത്തരം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാമായിരുന്നു, അല്ലേ? ക്രിസ്തു മനുഷ്യവംശത്തിൻ്റെ പ്രകാശം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പറഞ്ഞു കഴിഞ്ഞു പോയി. പക്ഷെ നിങ്ങളിപ്പോൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഉത്തരം അല്പം കൂടി ഒന്ന് ആലോചിച്ച്
തമ്മിലൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാനുള്ള സമയം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നിങ്ങൾ തന്ന 30 പോയിന്റുകൾ ക്വിസ് മാസ്റ്ററുടേതായിരിക്കുക. വിഷമമുണ്ടോ? വിഷമമുണ്ട്. പാവം ക്വിസ് മാസ്റ്റർ അല്ലേ? സാരമില്ല നോക്കിയാ അല്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എടുക്കും. അതാണോ സേഫ്? ആലോചിച്ചാണോ തീരുമാനിച്ചേ? ആണ്. ശരി, എടുക്കും. ചോദ്യം ഇതാണ്: എത്ര വിസ്മയനീയമായ ഒരു രഹസ്യം! എല്ലാവർക്കും പിതാവായ ഒരുവൻ, എല്ലാവർക്കുമായി ഒരു വചനം, എല്ലായിടത്തും ആയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒന്ന്, കന്യകയായ അമ്മ ഒരുവൾ മാത്രം, അവളെ സഭയെന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇതാരുടെ വാക്കുകളാണ്? സെയിന്റ് ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ. ശരിയാണോ? ആലോചിച്ചിട്ടാണോ അത് പറഞ്ഞത്? ആലോചിച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം പാലക്കാട് ടൗൺ, അത് വിശുദ്ധ ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, അദ്ദേഹമാണത് പറഞ്ഞത്. അഭിനന്ദനങ്ങൾ, നിങ്ങൾക്ക് കിട്ടുകയാണ് 80 പോയിന്റുകൾ. ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? എടുക്കുകയാണ്. എടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യം അതിൽ നിന്ന് തിരഞ്ഞെടുക്കും. നീല ചോദ്യം തന്നെയാണ് നിങ്ങൾക്കിഷ്ടം. അങ്ങനെ അവൾ ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 752 പാരഗ്രാഫ് സമാപിക്കുന്നത്. എങ്ങനെ? സമയം കടന്നുപോയിരിക്കുക. ഉത്തരം ഇതാണ്: ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും ജീവൻ സ്വീകരിച്ചാണ് അവൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നത്. അല്പം ആലോചിച്ച് പഠിച്ചിരുന്നെങ്കിൽ അത് കിട്ടിയാൽ. നിർഭാഗ്യവശാൽ ആ 50 പോയിന്റുകൾ വീണ്ടും ക്വിസ് മാസ്റ്ററുടേതാവുകയാണ്. നമുക്കറിഞ്ഞുകൂടാ ഈ മത്സരം എങ്ങനെയാണ് സമാപിക്കാനിരിക്കുന്നതെന്ന്. നമ്മുടെ മുൻപിൽ ഒരു ടീം കൂടിയുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. ടീം പൊന്നങ്കോട്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ സമയത്ത് എന്ത് ചെയ്യുന്നതാണ് ഉചിതം? പർച്ചേസ് റൗണ്ടിൽ ക്വസ്റ്റ്യൻ എടുക്കുക. ചോദ്യം എടുക്കണം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതെ അതെ, അതാണ് നിങ്ങളുടെ മുൻപിലുള്ള വഴി. അതെ. പോയിന്റ് കൊടുക്കാൻ മടിയൊന്നുമില്ല? ഇല്ല, കൊടുക്കാൻ കിട്ടുമല്ലോ. നല്ലൊരു ചോദ്യം തിരഞ്ഞെടുത്തോളൂ. മഞ്ഞ നിറമുള്ള ചോദ്യമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ ഉടുപ്പയിലും മഞ്ഞ നിറം കുറച്ചുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചോദ്യം ഇതാണ്: ഈ ഭൂമിയിൽ സഭയാകുന്ന ആരാധനാലയത്തിൽ നാം ഏതു നിലയ്ക്കാണ് ചേർത്ത് പണിയപ്പെട്ടിരിക്കുന്നുവെന്ന് തിരുസഭ പഠിപ്പിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർത്ത്. പൊന്നങ്കോട്, നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാനുള്ള സാധ്യത ഉണ്ടായിരുന്ന ചോദ്യമാണ്. പരസ്പരം ആലോചിച്ച് ഉത്തരം പറയാനുള്ള സാധ്യത നിലനിൽക്കുന്ന സമയമായിരുന്നു. എന്നിട്ട് അതിനൊന്നും പോകാതെ ഉത്തരം പറയാൻ ധൈര്യപ്പെട്ടത് ശരിയായോ? ശരിയായില്ല, തെറ്റിപ്പോയി. ഉത്തരം തെറ്റാണ്. സജീവ ശിലകളെന്ന നിലയിൽ, വെറുതെ കല്ല് അടിക്കുകയല്ല, ശിലകൾ ചേർത്താണ് ഭവനം പണിയുന്നത്. എന്നാൽ ഇവിടെ ജീവനുള്ള, സജീവനായ, ജീവനുള്ള ശിലകൾ എന്നുള്ള നിലയിലാണ് നമ്മളെ തിരുസഭയോട് ചേർത്ത് പണിതുകൊണ്ടിരിക്കുന്നത്. സഭ പണിയുന്ന കല്ലുകൾ നമ്മളാണ്. വെറും കല്ലുകളല്ല, ജീവനുള്ള കല്ലുകളാണ്. എന്ന് പറഞ്ഞാൽ വളരുന്ന, ഈ ഭൂമിയിൽ ജീവിക്കുന്ന, നന്മതിന്മകൾ തിരിച്ചറിയുന്ന, വിവേകവും ജ്ഞാനവും ബുദ്ധിയുമുള്ള വ്യക്തികൾ എന്നുള്ള നിലയ്ക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. 30 പോയിന്റ് ക്വിസ് മാസ്റ്റർക്ക് സ്വന്തമായി. വിഷമായോ? വിഷമമാണ്. പൊന്നങ്കോട്, ഇനി എന്താ ചെയ്യുക? അടുത്ത ചോദ്യം എടുക്കും. അങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? എടുത്തോളൂ. ഉള്ള പോയിന്റ് എല്ലാം എടുത്ത് കൊടുക്കുകയാണോ? ഈ മഞ്ഞ ചോദ്യം അത്ര നല്ലതല്ലാന്ന് തോന്നിയുകൊണ്ട് നമ്മൾ നീല ചോദ്യം എടുക്കാൻ തീരുമാനിച്ചു. ചോദ്യം ഇതാണ്: ആ സ്ഥലത്ത് പ്രാചീനമായ ഒലിവ് വൃക്ഷം വളരുന്നു.
അതിൻ്റെ വിശുദ്ധമായ വേരുകളാണ് പൂർവ്വപിതാക്കന്മാർ. അതിൽ യഹൂദരും വിജാതീയരും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യതമായി, ഇനിയും സാധ്യതമാകും. സഭയുടെ ഏത് പ്രതീകത്തെ വിശദീകരിക്കുന്നതാണ് ഇത്? കൃഷിഭൂമി, കർഷകനുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രതീകം. ടീം പൊന്നങ്കോട്, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ദൈവത്തിൻ്റെ വയൽ അഥവാ കൃഷിഭൂമി, അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് അവിടെ ആ സ്ഥലത്ത് പ്രാചീനമായ ഒലിവ് വൃക്ഷം വളരുന്നു. ഏതാണ് ആ പ്രാചീനമായ ഒലിവ് വൃക്ഷം? ഇസ്രായേൽ ജനമാണ് പ്രാചീനമായ ഒലിവ് വൃക്ഷം. അതിൻ്റെ വിശുദ്ധമായ വേരുകളാണ് പൂർവ്വപിതാക്കന്മാർ. ആ പൂർവ്വപിതാക്കന്മാരാകുന്ന വേരുകളിലാണ് സഭ പണിയപ്പെടുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് അതിൽ യഹൂദരും വിജാതീയരും തമ്മിലുള്ള അനുരഞ്ജന സാധ്യതമായി, ഇനിയും സാധ്യതമാകും. ഇത് സഭയുടെ പ്രതീകത്തിലേക്ക് വരുന്നതാണ്. പ്രാചീനമായ ആ വൃക്ഷം അത് പൂർത്തിയാകുന്നത്, അത് വളർന്ന് പുഷ്പിക്കുന്നത് പരിശുദ്ധ സഭയിലാണ്. അത് സഭ ദൈവത്തിൻ്റെ വിളഭൂമിയാണ്, വയലാണ് എന്ന പ്രതീകത്തെ വിശദീകരിക്കുന്ന സമയത്താണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം പൊന്നങ്കോട്, നിങ്ങൾക്ക് ലഭിക്കുന്നു 80 പോയിന്റുകൾ. ഒരു സന്തോഷമൊക്കെ ആയോ? ചെറുതായിട്ട് സന്തോഷമായി. ഇനി എന്ത് ചെയ്യും നിങ്ങൾ? ഇനി എടുക്കുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒരു ചോദ്യം കൂടി ഇരിക്കുമല്ലേ? വലിയ കുഴപ്പമില്ലെന്നാ തോന്നുന്നു. നമ്മളെങ്ങാനും കൂട്ടിയതുപോലും തെറ്റാണെങ്കിലും ആർക്കറിയാമല്ലേ? നമുക്ക് അറിഞ്ഞുകൂടാ ഈ മത്സരത്തിൻ്റെ സമാപ്തി എങ്ങനെയാണെന്ന്. നമുക്ക് നോക്കാം, സ്കോർ ബോർഡ് പരിശോധിക്കാം. അടുത്ത ഘട്ടത്തിലേക്ക്, സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന 2 ടീമുകൾ അതാരൊക്കെയാണെന്ന് അറിയാൻ നിങ്ങൾക്കെന്നതുപോലെ എനിക്കും ആകാംക്ഷയുണ്ട്. സ്കോർ ബോർഡിലേക്ക് പോകാം. മൂന്നാം സ്ഥാനത്ത് 330 പോയിന്റുമായി ടീം പാലക്കാട് ടൗൺ. രണ്ടാം സ്ഥാനത്ത് 410 പോയിന്റുമായി ടീം ഇരുമ്പകച്ചോല. ഒന്നാം സ്ഥാനത്ത് 420 പോയിന്റുമായി ടീം പൊന്നങ്കോട്. ടീം പൊന്നങ്കോടും ടീം ഇരുമ്പകച്ചോലയും സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പാലക്കാട് ടൗൺ, എന്താണ് നിങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? അവസാനത്തെ ചോദ്യം കുറച്ച് കടുപ്പമായിരുന്നു. അവസാനത്തെ മറ്റു ടീമുകളോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ അറിയായിരുന്നു, ഞങ്ങളോട് ചോദിച്ചൊന്നും അറിയില്ല. നിങ്ങൾക്കറിയാവുന്ന ചോദ്യമൊക്കെ അവർ ആദ്യമേ എടുത്തുപോയി അല്ലേ? വേറെയും കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്. നന്നായി പരിശീലിച്ചു, നന്നായി പഠിച്ചു, നിങ്ങളുടെ ഉത്തരങ്ങൾ കൃത്യതയുണ്ടായിരുന്നു, വളരെ പെട്ടെന്ന് നിങ്ങൾ ഉത്തരം പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു മത്സരമാകുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം ഓരോ റൗണ്ടിലും ഓരോ ടീമുകൾ വീതം മാറി നിന്നാലേ മത്സരത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സങ്കടപ്പെടേണ്ടതൊന്നുമില്ല. കാരണം ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യം വരുമ്പോൾ ഈ മത്സരത്തിലൊന്ന് പങ്കെടുത്ത് പോവുക എന്ന് മാത്രമാണ് വിചാരിച്ചിരുന്നത് അല്ലേ? ശരിയല്ലേ? പിന്നീട് പല അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടി, നിങ്ങളതൊക്കെ നന്നായി വിനിയോഗിച്ചു. ഏതാണ്ട് അവസാന സമയം വരെ നിങ്ങൾ ഈ വേദിയിലുണ്ട്. അത് അഭിമാനിക്കത്തക്ക കാര്യമാണ്. നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. സ്നേഹത്തോടെ, അഭിനന്ദനങ്ങളോടെ നിങ്ങളെ ഈ വേദിയിൽ നിന്ന് ഞങ്ങൾ യാത്രയാക്കുകയാണ്. നിങ്ങൾക്ക് സ്നേഹോപഹാരങ്ങൾ നൽകാനായി പാലക്കാട് രൂപത മാതൃവേദിയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ബിജു കല്ലിങ്കലച്ചനും ആനിമേറ്ററും ഇവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള. ടീം പൊന്നങ്കോടിനെയും ടീം ഇരുമ്പകച്ചോലയും സെമി ഫൈനലിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാം വീണ്ടും കണ്ടുമുട്ടാനിരിക്കുന്നത് സെമി ഫൈനൽ റൗണ്ടുകളിലാണ്. അതുവരെ നമുക്ക് കാത്തിരിക്കാം, മിശിഹായുടെ സ്നേഹം അനുഭവിക്കാം, പരിശുദ്ധ സഭയോട് ചേർന്നിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.